എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ചമ്മന്തിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ ചമ്മന്തി അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളിത് തയ്യാറാക്കുന്നത് കശുവണ്ടി കൊണ്ടാണ് കേട്ടോ. ഇതാ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇതിന് കശുവണ്ടി എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരായിരിക്കും. അപ്പോൾ ഞാൻ കശുമാങ്ങയുള്ള ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിലവർ കാണാത്തവരുണ്ടാവും കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ കശുമാവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ധാരാളം ഉണ്ടായിരുന്നതാണ് ചെറുപ്പത്തിലൊക്കെ എൻ്റെ. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഒന്നോ രണ്ടോ അത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് ചുട്ടെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ചുട്ട് ശീലമുള്ളവർക്കറിയാം, ഇത് നമ്മൾ ചുടുമ്പം പൊട്ടും, അതിൽ നിന്ന് ചെറുമൊക്കെ വരും. അപ്പോൾ അമ്മയാണ് കേട്ടോ ചുട്ടെടുത്ത് തന്നത്. കനലിലിട്ടിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് അകത്ത് അടുപ്പില്ലാത്തതുകൊണ്ട് പുറത്ത് നമ്മൾ കരിയിലേക്ക് കൂട്ടിയിട്ടിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് ചുട്ടെടുത്തത്. ഇതിനിയും നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പരിപ്പെടുക്കണം. ഒരു പാൻ വെച്ചിട്ട് ഞാനൊരു 3-4 വറ്റൽമുളക് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കനലിൽ വെച്ച് ചുട്ടെടുക്കുക വെച്ചാൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ തന്നെ പപ്പടക്കോലുണ്ടല്ലോ, അതിലൊന്ന് കുത്തിയെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ തീ ഞാൻ നന്നായിട്ട് കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടെടുത്തിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡും ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ അങ്ങ് കരിഞ്ഞു പോവും. ഇനി അത്യാവശ്യം നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എരിവിന് ആവശ്യമായിട്ടുള്ള എടുക്കണം. ഞാനിതിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് എടുക്കുക, ടേസ്റ്റ് കൂടും. ഇനി വേണ്ടത് ഒരു കഷ്ണം പുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ. അപ്പോൾ കുരു കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. നമ്മൾ മിക്സിയിനകത്താണല്ലോ ചതച്ചെടുക്കുന്നത്. ഇനി അമ്മിക്കല്ല് വെച്ചിട്ട് അരയ്ക്കുക വെച്ചാൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചമ്മന്തിക്കൊക്കെ നമ്മൾ ഒത്തിരി അരഞ്ഞ് കിട്ടരുത്. ഇനി വേണ്ടതിനകത്തേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നാളികേരം ഒരുപാട് എടുക്കരുത് കേട്ടോ. അപ്പോൾ കശുവണ്ടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരയ്ക്കുന്നത്. 3/4 ബൗളോളം നാളികേരമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനതങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കശുവണ്ടി നമ്മൾ അതിനകത്തുനിന്ന് ഈ പരിപ്പ് എടുക്കുമ്പം നന്നായിട്ട് പൊട്ടിയൊക്കെ പോട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ. ഞാനിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കശുവണ്ടി ചമ്മന്തി എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി കഴിച്ചു നോക്കണം, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിനകത്തേക്ക് ഇടുന്നുണ്ട്. അതെനിക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി നല്ല ഉരുട്ടിയെടുക്കുന്നത്. എനിക്ക് അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ അമ്മ ചെയ്യുന്നത് നോക്കി പഠിച്ചതാണ് കേട്ടോ. അമ്മ ഈ അമ്മിക്കല്ലൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഇതങ്ങ് ഉരുട്ടിയെടുക്കും. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കുന്നത് മാത്രമല്ല, ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തും കൂടെ വെക്കണം. അപ്പോഴാണ് നമുക്കത് കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ. കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് അല്ലേ, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിക്ക്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കശുമാവ് ഇപ്പം പല സ്ഥലങ്ങളിലൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 1-2 കശുമാവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചമ്മന്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.